ഇനിയും വരാനിരിക്കുന്ന ഓരോ പുതിയ ദിവസങ്ങളിലും ഓരോ പുതിയ മാസങ്ങളിലും അള്ളാഹുവിലേക്ക് തന്നെ ചേർന്ന് നിൽക്കുവാൻ, അവന്റെ പ്രിയപ്പെട്ട മനുഷ്യരായി ജീവിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുള്ള ഇന്ധനമാണ്, അതിനുള്ള മൂലധനമാണ് കഴിഞ്ഞ റമദാനിൽ നമ്മൾ നേടിയിരിക്കുന്നത്. ഞാൻ ഈ ഖുത്ബയിൽ നിങ്ങളോട് പറയുന്നത്, നമ്മൾ നേടിയെടുത്ത വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ഒട്ടുമേ കൈവിടാതെ അതീവ ജാഗ്രതയോടുകൂടി നമ്മളുടെ കൂടെ നിർത്തി മുന്നോട്ട് പോകുന്നതിൽ നമ്മൾ വിജയിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ തിരക്കുകൾക്കിടയിലും എല്ലാ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും 30 ദിവസം 5 നേരത്തെ നമസ്കാരം ജമാഅത്തായിട്ട് എന്ന് മാത്രമല്ല, അതിന്റെ അവ്വലു വക്തിൽ ജമാഅത്തായിട്ട് നിർവഹിക്കുവാൻ പരിശ്രമിച്ചവരാണ് നമ്മളൊക്കെ. ചിലപ്പോൾ ചില ഒഴിവ് കഴിവുകളോ ചില വീഴ്ചകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മളിൽ അധിക പേരും ആ കാര്യത്തിൽ വിജയിച്ചവരാണ്. അതിനെ നമ്മൾ പിന്തുടർത്തണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ ഈമാനികമായ അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ, എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ വേണ്ടായികയിൽ നിന്നും ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നതിൽ ഇത്രമാത്രം ഒരാൾക്ക് കരുത്തു നൽകുന്ന മറ്റൊരു കർമ്മമില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ സ്വലാത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ മ്ലേച്ഛവൃത്തികളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും നിങ്ങളെ തടുത്തു നിർത്തുവാൻ ആവശ്യമായ കഴിവും കരുത്തുമുള്ള ഇബാദത്താകുന്നു നമസ്കാരം. അള്ളാഹുവിന്റെ റസൂൽ മരണാസന്നനായിരിക്കെ എന്താണ് റസൂൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായിട്ട് പറയുന്ന വാക്ക് എന്ന് കേൾക്കുവാൻ സഹാബികൾ കാതുകൂർപ്പിച്ച് റസൂലിന്റെ അടുക്കലിരുന്നു. റസൂൽ വിട പറയുമ്പോൾ പറഞ്ഞ വർത്തമാനങ്ങളിൽ ഒന്ന് അസ്വലാ അസ്വലാ അസ്വലാ, നമസ്കാരം. നമസ്കാരം ഒരു മനുഷ്യനിൽ ജീവന്റെ തുടിപ്പ്, ആ തുടിപ്പാണ് യഥാർത്ഥത്തിൽ നമസ്കാരം. അതുകൂടി അറ്റുപോയാൽ കഴിഞ്ഞു.